ഹലോ, നമസ്കാരം. വെൽക്കം ടു അജൈൽ മലയാളി. എൻ്റെ പേര് വിനോദ് നാരായൺ. ഇന്ന് നമുക്ക് റെസ്യൂമേനെ കുറിച്ച് സംസാരിക്കാം. റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട സംഭവമാണ് റെസ്യൂമേ. അപ്പം ആൾക്കാർ റെസ്യൂമേ എഴുതി കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി റെസ്യൂമേ എഴുതി കൊടുത്തിട്ട് ദാറ്റ് ഈസ് ഓൾസോ എ ബിസിനസ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഒരു ജോലിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ഒക്കെ റെസ്യൂമേയുടെ ആവശ്യമുണ്ട്. ഓവർ ദ ഇയേഴ്സ് തിങ്സ് ഹവ് ചേഞ്ച്ഡ്. ഞാനെപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് റെസ്യൂമേ എഴുതിയത് അതായത് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ പാട് 1993 REC കാലിക്കറ്റ്, ഇന്നത്തെ NIT. അവിടുന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞ്. പക്ഷേ എൻ്റെ താല്പര്യം സെയിൽസിലായിരുന്നു. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ എ സെയിൽസ് ജോബ്. ആൻഡ് എൻ്റെ ഫ്രണ്ട് ഈ വാസ് ലുക്കിംഗ് ഫോർ എ സർവീസ് ജോബ്, സർവീസ് എഞ്ചിനീയർ, സെയിൽസ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സോഫ്റ്റ്വെയറൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇൻഫോസിസ്, TCS അങ്ങനത്തെ വലിയ കമ്പനികളുണ്ട്. പക്ഷെ എന്നാലും ഈ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ കമ്പനീസൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അധികം ഹാർഡ്വെയർ ആണ് എപ്പോഴും അത് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. സോ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പേജ് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് മുക്കിയും മൂളിയിട്ടൊക്കെയാണ് ഒരു പേജ് തികയ്ക്കുന്നത്. അതിൽ നമ്മളുടെ കുറേ ഹൊറോസ്കോപ്പ് അടക്കം എല്ലാ സാധനവും എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഏത് പ്രോജക്റ്റാണ് ഫൈനൽ ഇയർ ചെയ്തതെന്നുള്ള. അപ്പോൾ ആ പ്രോജക്റ്റൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് റെലവൻ്റ് ആണോ എന്നുള്ളതെന്ന് അറിഞ്ഞൂടാ. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ, കാരണം കുറച്ച് കമ്പ്യൂട്ടർ നമ്മളെ കോളേജിൽ പഠിച്ചതുകൊണ്ട്, പിന്നെ വേറെ എന്ത് ലാംഗ്വേജസ് സംസാരിക്കാൻ പറ്റും, എഴുതാൻ പറ്റും, ഇങ്ങനെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കും, പ്രിൻ്റ് എടുത്തിട്ട് അന്നൊക്കെ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്ററിൽ പ്രിൻ്റ് എടുത്തിട്ടാണ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു 10 ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി കൊടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ എടുത്തത്. അതിൽ നിന്ന് ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് വളരെയേറെ മാറിയിട്ടുണ്ട്. നമ്മൾ 20കളിൽ ഒരു റെസ്യൂമേ, 30കളിലെ റെസ്യൂമേ, 40കളിലെ റെസ്യൂമേ, 50കളിലെ റെസ്യൂമേ, ഇതൊക്കെ വ്യത്യസ്തമാവാനും സാധ്യതയുണ്ട്. എന്താണ് ഒരു റെസ്യൂമേ? എന്താണ് നമ്മുടെ ഉദ്ദേശം? ഒരു റെസ്യൂമേൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശം, അല്ലേ? നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മളെങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇപ്പോൾ നമ്മളൊരാളെ കാണുന്നു, ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുന്നു, റൈറ്റ്? ഞാൻ ആ വീട്ടിൻ്റെ ഓണേഴ്സിനെ നമുക്കറിയാം, പക്ഷേ വീട്ടിൽ വേറെ പല ആൾക്കാരുണ്ട്, നമുക്കറിയില്ല. നമ്മളെങ്ങനെയാണ് പരിചയപ്പെടുത്തുക? നമ്മൾ പോയാൽ പറയും, എൻ്റെ പേര് വിനോദ് നാരായൺ. ആ ഹോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിലെ ഓണറിൻ്റെ അവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്നാന്ന് പറയാം. അവരുടെ കോളേജിൽ പഠിച്ചാന്നോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറാണെന്നോ എന്തെങ്കിലും ബന്ധം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ പൊസിഷനിൽ എത്തിയത് എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യും. കാരണം സോ ദാറ്റ് വി ക്യാൻ ഹാവ് ദാറ്റ് കണക്ഷൻ ടു ടോക്ക്. അങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ. ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിംഗ് ഈവൻറ്റിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മളെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? നമ്മൾ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി ഉണ്ടെങ്കിൽ ഇന്ന കമ്പനിയിലെ വർക്ക് ചെയ്യണം, അത് ചിലപ്പോൾ പറഞ്ഞു തരിക്കും. ജോലി ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? പേര് ഇന്നതാണ്, ഇതാണ് എൻ്റെ ഏരിയ ഓഫ് വർക്ക്. ഞാനൊരു പ്രോഗ്രാം മാനേജറാണ്, പ്രോജക്റ്റ് മാനേജറാണ്, സെയിൽസ് എഞ്ചിനീയറാണ്, ഞാനൊരു VP ആണ്, അങ്ങനെ എന്ത് ജോലി വേണമെങ്കിൽ, അതായത് എന്താണ് നമ്മളുടെ കൺസൾട്ടൻ്റാണ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ജോലിയില്ല, അപ്പോൾ കമ്പനി പറയാൻ പറ്റില്ല, അല്ലെ? അതുകൊണ്ട് നമ്മളുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. നമ്മൾ തന്നെ കമ്പനിയിൽ നമ്മൾ പരിചയമില്ലാത്ത വേറൊരാളെ പരിചയപ്പെടുമ്പം പേരും പറയും, നമ്മളുടെ ഗ്രൂപ്പ് പറയും. അപ്പോൾ നമുക്ക് പല രീതിയിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ? ആരാണ്, എന്താണ് എന്നുള്ളത്. അതെന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ ദാറ്റ് നെക്സ്റ്റ് സ്റ്റേജിലുള്ള നമ്മളെ കോൺവെർസേഷനും നമ്മളെ കോണ്ടെക്സ്റ്റും റിലേഷൻഷിപ്പും ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ റെസ്യൂമേ ആരൊക്കെയാണ് അയച്ചു കൊടുക്കണം? നമ്മൾ റെസ്യൂമേ നേരെ അയച്ചു കൊടുക്കുന്നത് ഒരു കമ്പനിയിലേക്കാണ്. ആ കമ്പനിക്ക് നമ്മളെ അറിഞ്ഞൂടാ. ആ കമ്പനിയിൽ ആ റെസ്യൂമേ കിട്ടുന്ന കക്ഷിക്ക് നമ്മളെ അറിയില്ല. ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ടായിരിക്കാൻ മതി. പക്ഷേ വെൻ വി സെൻഡ് എ റെസ്യൂമേ ദേ ഡോണ്ട് നോ. അപ്പോൾ എന്താണ് അവർക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത്? അധികവും 2 രീതിയിലാണ് റെസ്യൂമേ നമ്മൾ അയക്കുക. ഒന്നെങ്കിൽ റെസ്യൂമേ ബ്ലാസ്റ്റ് എല്ലാ കമ്പനിക്കും അയച്ചു കൊടുക്കുക. ഇപ്പം ഞാനൊക്കെ പറഞ്ഞ കോളേജ് കഴിഞ്ഞ സമയത്ത് 93 കമ്പനിയിൽ ആളെ ആവശ്യമുണ്ടോ ആളെ ആവശ്യമില്ലെന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നേരെ പോയി ഈ റെസ്യൂമേ എന്ന് വെക്കുക എന്നുള്ളത് പറയാം. കാരണം ഉണ്ടെങ്കിലായിക്കോട്ടെ, ഇല്ലെങ്കിലായിക്കോട്ടെ. ഇന്നിപ്പോൾ അധികവും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ഓൺലൈനായിട്ട് വെച്ചിട്ട് അങ്ങനെ നമ്മൾ അയക്കുന്നു. പ്രിൻ്റ് ചെയ്തിട്ട് റെസ്യൂമേ കൊടുക്കുന്ന സാധനം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അധികവും ഓൺലൈനാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ദർ ഇസ് ആൻ ആപ്ലിക്കേഷൻ, ദർ ഇസ് എ റോൾ ആൻഡ് ഐ എം അപ്ലൈയിങ് ഫോർ ദാറ്റ് റോൾ. അപ്പോൾ ഈ റെസ്യൂമേ അങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് വായിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. റെസ്യൂമേൻ്റെ ഉദ്ദേശം എന്താണ്?
ഇൻ്റർവ്യൂവിലേക്ക് കിടക്കുക എന്നുള്ള റെസ്യൂമിൻ്റെ പ്രൈമറി ഉദ്ദേശം ജോലി കിട്ടുക എന്നുള്ളതല്ല. കാരണം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കുറേ കടമ്പകൾ കഴിഞ്ഞാലാണ് ജോലി കിട്ടുക. അപ്പോൾ ഈ റെസ്യൂമിൻ്റെ ഉദ്ദേശം ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ, ഗെറ്റ് എ കോൾ ബാക്ക് എന്നാണ്. ഇൻ്റർവ്യൂ തന്നെ വിടരുത്, കോൾ ബാക്ക്. അപ്പോൾ ഈ കോൾ ബാക്കിന് അവിടെ കമ്പനികളിൽ അധികം നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ടേഴ്സ് ആയിരിക്കും. അതിൽ നമ്മളുടെ ഫീൽഡിനെ അറിയുന്ന ആൾക്കാരുണ്ടാവും, നമ്മളുടെ ഫീൽഡ് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളെ ഫീൽഡ് അറിയാത്ത ഒരാൾക്കാരെന്താ ചെയ്യുക പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അവരോട് പറഞ്ഞിട്ടുണ്ടാവും, ഹയർ ചെയ്യുന്ന മാനേജർ പറഞ്ഞിട്ടുണ്ടാവും ദാ ഇന്ന കാര്യങ്ങൾ, ഇന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവരെന്താ നോക്കിയ, അവരൊരു സെർച്ച് ചെയ്തിട്ട് ആ റെസ്യൂമെയിൽ ചിലപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് തന്നെ നടക്കുന്നത്. അപ്പം അതായത് ഒരു റെസ്യൂമെയിൽ ദ സിസ്റ്റം ഇറ്റ്സെൽഫ്, ദ സോഫ്റ്റ്വെയർ ഇറ്റ്സെൽഫ് ക്യാൻ റീഡ് ആൻഡ് ഫിഗർ ഔട്ട് വെദർ ദിസ് ഇസ് എ ഗുഡ് കാൻഡിഡേറ്റ് ഓർ നോട്ട്. അങ്ങനെയുള്ള കേസസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ എന്തോ ഒരു ഇതിന് അപ്ലൈ ചെയ്തല്ല, ഒരു പൊസിഷന് വേണ്ടിയിട്ട് വെൻ വി ഓപ്പൺഡ് അപ്പ് ദ പൊസിഷൻ ടു ദ പബ്ലിക് 350 റെസ്യൂമേഴ്സാണ് വന്നത് ഓഫ് വേരീഡ് എക്സ്പെർട്ടീസ്. അതിൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീനിങ്, സംടൈംസ് ഇറ്റ് ഈസ് മാനുവൽ സ്ക്രീനിങ്, സംടൈംസ് ഇറ്റ് ഈസ് an ഓട്ടോമാറ്റിക് സ്ക്രീനിങ്. അപ്പം അങ്ങനെ ആ സ്ക്രീനിങ്ങിൽ അപ്പം കീവേഡ്സ് ഇല്ലെങ്കിൽ, കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ്, കീവേഡ്സ് ഇല്ലെങ്കിൽ ചിലപ്പം ആ ഫസ്റ്റ് കട്ടക്കില്ല എന്ന് വിചാരിച്ച് കീവേഡ്സ് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഗുണമില്ല. കാരണം മുമ്പൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ കുറേ പ്രാവശ്യം ആ വാക്കിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അങ്ങ് കടന്ന് പോവും ആ ഡോർ കൂടെ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീവേഡ് സ്റ്റഫിങ് ആണോ എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഒരാൾ വായിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും. വെറുതെ അവിടെയും കുറേ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അപ്പം അവർ ഗോൾ ഓഫ് എ റെസ്യൂമേ ഇസ് ടു ഗെറ്റ് ദാറ്റ് കോൾ ബാക്ക്. അത് പൊസിഷനായിട്ട് മാച്ചിങ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മുടെ 20കളിൽ എങ്ങനെയാണ് റെസ്യൂമേ? അധികം എഴുതാനില്ല അല്ലേ? അപ്പം നമ്മൾ അധികം എന്താ എഴുതുക? ഇപ്പം ഞാൻ പറയുന്നൊരു 10-32 വർഷം മുമ്പത്തെ കാര്യമാണ്. ഇന്നിപ്പം എൻ്റെ മകള് 10-25 വയസ്സുള്ള. അപ്പോൾ അവൾ റെസ്യൂമേ ഇതാക്കുന്ന സമയത്ത് അവൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്തത് എന്താണ് ഏതാണ് എന്നുള്ളത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ചിലതൊക്കെ സെയിൽസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ. പക്ഷെ അതൊക്കെ ഒരു പറയുന്നുണ്ട്. പിന്നെ കൂടാതെ പ്രോജക്ട്സ് ചെയ്തത്, പിന്നെ ഇന്നൊക്കെ ഓൺലൈനിൽ ധാരാളം പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പേർട്ടീസും സ്കിൽസും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് ചെയ്തത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പം റെസ്യൂമേ മാത്രമല്ല, റെസ്യൂമേനെ സപ്പോർട്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോയും കൂടെ അവൈലബിൾ ആവുന്ന സമയത്ത് ദർ ഇസ് മോർ ബെനിഫിറ്റ്സ് ഫോർ ഇറ്റ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആളുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ചെയ്യുക, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ട് ചെയ്യുക. ഡേറ്റ എഞ്ചിനീയേഴ്സിന് അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇപ്പം നാടകത്തിന് വേണ്ടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ദേ വുഡ് ഹാവ് ദ പോർട്ട്ഫോളിയോ. എന്തിനും പോർട്ട്ഫോളിയോസ് ആവശ്യമുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പം വേറെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടോ, ശമ്പളത്തിന് ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനാണ് കൂടുതൽ നിങ്ങൾ ആ ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ആസ് എ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാനിതുവരെ ജോലി ചെയ്തിട്ടുള്ള ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കോളേജിൽ പഠിക്കുമ്പോൾ ജോലി ചെയ്യുക എന്നുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അങ്ങനെ യാതൊരു പോർട്ട്ഫോളിയോൻ്റെ കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും കൂടിയാണ്. ഇന്ന് കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പല സംഭവത്തിനും, ഇപ്പം മോൻ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, തിയേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പോർട്ട്ഫോളിയോസ് ആവശ്യമുണ്ട്. ആനിമേഷൻ ആണെങ്കിൽ പോർട്ട്ഫോളിയോസ് ആവശ്യമുണ്ട്. അത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ എനിവേ, അപ്പോൾ അങ്ങനെ ആ ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 20കളിൽ നമ്മൾ ആദ്യമായിട്ടുള്ളൊരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ പ്രോജക്റ്റ് എന്ത് ചെയ്തു എന്നുള്ളത്, അതേപോലെ തന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോസ്. ദ ബെറ്റർ യുവർ പോർട്ട്ഫോളിയോ യു ഹാവ് എ ബെറ്റർ ചാൻസ്. വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ആ ഫസ്റ്റ് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട് 93 ഞാൻ ജോലി അന്വേഷിച്ചിട്ട് കണ്ടമാനം, എനിക്ക് തോന്നുന്നു 2-3 മാസം ഞാൻ റെസ്യൂമേഴ്സ് അവിടെ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ആ ജോലി അന്വേഷണം നിർത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം എന്നുള്ളതിലേക്ക് വന്നു. ഇന്നത്തെ പോലെയല്ല 10-30 വർഷം മുമ്പേ ഒരു ബിസിനസ് തുടങ്ങുക, എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടമ്പകൾ എത്രയോ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ ഈസിയറാണ്. യു ക്യാൻ ആക്ച്വലി കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കമ്പനികൾ തുടങ്ങുകയും പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും പ്രോജക്റ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇന്ന് തന്നെ ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസ്
അല്ലാത്ത കോളേജിനൊക്കെ തന്നെ ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വകയും അല്ലാതെ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ തന്നെ there are many ways in which even at a younger age you can work on something, build something and create a portfolio or create an experience എന്നുള്ളത്. അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കാൻ പോകുന്നൊരു വ്യക്തി, ഞങ്ങളൊക്കെ 10-32 വർഷം മുമ്പ് പഠിക്കാൻ പോകുമ്പം കമ്പ്യൂട്ടർ കാണാത്ത ഒരാൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടി പോവാം. ഇന്നും പറ്റില്ല എന്നുള്ളതല്ല, പക്ഷേ ഹൈസ്കൂളിലെ പ്രോഗ്രാമിങ്ങും കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടൊന്നും ധാരണ ഇല്ലാതെ കമ്പ്യൂട്ടർ സയൻസിന് പോയി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. പിന്നെ മകൾക്കുണ്ടായൊരു സംഭവം, ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഷീ നെവർ സ്റ്റഡീഡ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹൈസ്കൂൾ. കമ്പ്യൂട്ടർ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളതല്ലാണ്ട് അതാണ് കരിയർ എന്ന് ആലോചിച്ചിട്ടില്ല. ബയോ കെമിസ്ട്രിക്ക് ആയിരുന്നു താല്പര്യം. പക്ഷേ ദെൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഷീ അപ്ലൈഡ് ഫോർ കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവളുടെ കൂടെ അവിടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഏതാണ്ട് ഹൈസ്കൂളിൽ നിന്ന് തന്നെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ പൈത്തണും അതും ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുള്ളത്. ആൻഡ് ദാറ്റ് വാസ് ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു കോപ്പ് അപ്പ് വിത്ത് പീപ്പിൾ ഹു ഓൾറെഡി ഹാവ് അബൌട്ട് 3 to 4 years ഓഫ് എക്സ്പീരിയൻസ്. ആൻഡ് ഷീ ലേറ്റർ ഓൺ സ്വിച്ച് ടു എക്കണോമിക്സ്. പിന്നെയും സോഫ്റ്റ്വെയറിലേക്ക് തന്നെ വന്നു, ഡേറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദാറ്റ്സ് വെയർ ഷി വർക്ക്സ്. ജെൻ എ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറി ഓവർ ദ പീരിയഡ്. പക്ഷേ ഒരു 32 വർഷം മുമ്പേ ഞാൻ ഒരു ജോലിക്ക് പോകുന്നതോ പഠിക്കാൻ പോകുന്നതോ പോലെയല്ല ഇന്നുള്ളത്. സോ ഇന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ആ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കിയത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തണം. സോ റെസ്യൂമി ഈസ് നോട്ട് ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ, ഇറ്റ് ഈസ് വാട്ട് അഡീഷണൽ തിങ്സ് ഡു യു ഹാവ് അലോങ് വിത്ത് ഇറ്റ് എന്നുള്ളത്. ലിങ്ക്ഡിൻ എന്നുള്ളൊരു സംഭവം നിങ്ങൾ ടൂള് കേട്ടിട്ടുണ്ടല്ലോ, ഫേസ്ബുക്ക് എന്നുള്ളതായിട്ട് ലിങ്ക്ഡിൻ പ്രൊഫഷണൽസിൻ്റെ സംഭവമാണ്. അതിപ്പോൾ 20കളിലും 30കളിലും 40ലും 50ലും ഒക്കെ തന്നെ ലിങ്ക്ഡിൻ എന്നുള്ള ഒരു പലപ്പോഴും റെസ്യൂമെ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ലിങ്ക്ഡിൻ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ്. ലിങ്ക്ഡിനിൽ എഴുതും, ലിങ്ക്ഡിനിൽ എൻ്റെ പ്രൊഫഷനെ പറ്റി എഴുതും, എൻ്റെ തോട്ട്സ് എഴുതും, എൻ്റെ പ്രൊഫഷണൽ തോട്ട്സ് എഴുതും. I connect with people who work with me, I connect with people with whom I worked before, connect with people within industry, I follow people in the industry. അവിടെ അവർ പറയുന്നത് ഞാൻ വായിക്കും. സോ എൻ്റെ നല്ലൊരു റീഡിങ്ങിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറയുണ്ടായി മീഡിയം എന്നുള്ള ടൂൾ ഉപയോഗിക്കും. അതേപോലെ തന്നെ ലിങ്ക്ഡിനിലും ഒരു പ്രശ്നം ഇപ്പോൾ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിൻ ഹാസ് ബിക്കം പ്രിറ്റി മച്ച് ലൈക്ക് ഫേസ്ബുക്ക് എന്നുള്ളൊരു പരാതി ഉണ്ട് എന്നുള്ള ഇരിക്കുമ്പോഴും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ലിങ്ക്ഡിനിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട് ചില ഇതിലൊക്കെ. I try to avoid those people who talk about politics and religion in LinkedIn and try to follow only people who talk about professional things. പ്രൊഫഷണൽ അതിപ്പോൾ ലൈഫിനെ കുറിച്ചായാലും, കാരണം ലൈഫും വർക്കും ഒക്കെ ഇൻ്റർമിങ്കിൾഡ് ആയിട്ട് കിടക്കുന്നൊരു സിറ്റുവേഷനാണ്. സോ ഐദർ ഓഫ് ദിസ് അതിനെപ്പറ്റി സംസാരിക്കുന്നതും ചിലപ്പോൾ ചില പുസ്തകങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുടെയൊക്കെ കുറേ പുസ്തകങ്ങളൊക്കെ ഇടയ്ക്ക് റെക്കമെൻഡേഷൻ കിട്ടുന്നത് ലിങ്ക്ഡിൻ നിന്നാണ്. അതേപോലെ തന്നെ പോഡ്കാസ്റ്റിനെ കുറിച്ച് സംതിങ് ദാറ്റ് വുഡ് ബെനിഫിറ്റ് മീ പ്രൊഫഷണലി ആൻഡ് ഇൻഡിവിജ്വലി, പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി ഉള്ളൊരു സംഭവമാണ്. ഞാൻ മുമ്പേ ഒരു വീഡിയോ ഒരു പ്രാവശ്യം ചെയ്ത സമയത്ത് ലിങ്ക്ഡിനിൽ when I asked the lot of people who did not have a LinkedIn. അപ്പോൾ ആൾക്കാർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ജോലി ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രൊഫഷണൽ പറ്റുള്ളൂ. അല്ല, ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് യു ക്യാൻ ഹാവ് എ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കൂ, എന്നിട്ട് എനിക്ക് റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ അതാ കുറേ റിക്വസ്റ്റ് വരുന്നു. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിലുള്ള ഫോട്ടോ മമ്മൂട്ടി മോഹൻലാലൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ലിങ്ക്ഡിൻ പ്രൊഫൈൽ അതായത് ഫേസ്ബുക്കിൻ്റെ അതേ ഒരു രീതിയിൽ വരികയാണ്. അതായത് ദർ നോട്ട് തിങ്കിങ് ദാറ്റ് ദ ഐഡൻറ്റിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നല്ല. നമ്മൾ ലിങ്ക്ഡിനിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ എന്താ ഐഡൻറ്റിറ്റിയാണ്. വി ആർ ടെല്ലിങ് ദിസ് ഇസ് ഹൂ യു ആർ. അവിടെ നമ്മളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു എറ്റിക്കറ്റ് ഉണ്ട്, നമ്മളുടെ പിക്ചർ ഷുഡ് ബി വെരി ക്ലിയർ. ദെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊഫഷണൽ തിങ്സ്. ഞാൻ എവിടെയാണ് where do I study or where do I work and what are my aspirations in life, am I looking for a job, what are the opportunities that I am seeking. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞു നിങ്ങളിതിലിങ്ങനെ ഫോട്ടോ വേണം, ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റ്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ അല്ല, നിങ്ങൾ മമ്മൂട്ടിയല്ല മോഹൻലാലും അല്ല, എന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതൊക്കെ ചിലപ്പോൾ ആദ്യമൊക്കെ ഫസ്റ്റ് ആൾക്കാർക്ക്, കാരണം ഫേസ്ബുക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ടിക്ടോക്കും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് ലിങ്ക്ഡിൻ ആദ്യം കാണുന്ന സമയത്ത് തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ അനദർ സോഷ്യൽ മീഡിയ എന്നുള്ളത്. പക്ഷേ നോ,
It is a social media that is used by CEOs, professionals, writers, people who can hire you tomorrow, people you can potentially. ഞാനൊക്കെ എത്രയോ ആൾക്കാരുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളിലെ പല ജോലികൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ലിങ്ക്ഡിൻ വഴിയാണ്. ലിങ്ക്ഡിൻ വഴി ജോലികൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ കിട്ടിയ ജോലി വരണേ, ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി തന്നെ, ഞാൻ ജോലി പോയിട്ട് ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വരികയാണ് ലിങ്ക്ഡിനിലൊരു മെസ്സേജ് വരികയാണ്, എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റിക്രൂട്ടർ എടുത്തുനിന്ന്, അതായത് ഈ കമ്പനിയിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട്. കാരണം എങ്ങനെയോ അവർ ലിങ്ക്ഡിൻ ഇസ് ഓൾസോ എ ടൂൾ ദാറ്റ് ഇപ്പം റിക്രൂട്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളും കൂടിയാണ്. ജോബ് പോസ്റ്റിങ്സ് അവിടെയാണ്. അതേമാതിരി നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ പോയി നോക്കുന്നത് ലിങ്ക്ഡിനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ചിത്രം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസസ് ആർ ലെസ് ദാറ്റ് നമുക്ക് ജോലി കിട്ടൂ എന്നുള്ളത്, അല്ലേ? അവർക്ക് മമ്മൂട്ടിനും മോഹൻലാലിനും ഹയർ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടാവും, പക്ഷേ അത് നമ്മളല്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ബട്ട് എനിവേ, അപ്പോൾ ഈ റിക്രൂട്ടർ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട് ഞാൻ അറിയില്ല. സോ ഐ നോട്ട് അപ്ലൈഡ് ഫോർ ഇറ്റ്. പക്ഷേ ലിങ്ക്ഡിനിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതും ആൻഡ് മോസ്റ്റ് ഓഫ് ദ കോൺവെർസേഷൻസ് ദാറ്റ് ഐ ടോക്ക് ഇസ് അബൌട്ട് അജൈൽ ആൻഡ് സ്ക്രം ആൻഡ് കോച്ചിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ട് അവർ റീച്ച് ഔട്ട് ചെയ്തു. ആൻഡ് ഐ സെഡ് യെസ്, ഐ എം ഇൻട്രസ്റ്റഡ്. ആൻഡ് വിത്തിൻ പ്രോബ്ലി എ മന്ത് ഒരു 4-5 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ, ഫോൺ ഇൻ്റർവ്യൂവും. എനിക്കൊന്ന് കോവിഡ് സമയമായിരുന്നു. I didn't have any in-person interview. I had only phone interviews and Zoom interviews. അങ്ങനെ I got hired. ഒരു മാസത്തിനുള്ളിൽ അത്, if I had not been on LinkedIn, I would not have got that job. Probably, I don't know. അപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മളൊരാളെ അപ്രോച്ച് ചെയ്യും, ലിങ്ക്ഡിൻ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് റെസ്യൂമേൻ്റെ സംഭവം തന്നെ, റെസ്യൂമേ പിന്നെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് തന്നെ ഒരു റെസ്യൂമയാണ് എന്നുള്ളതാണ്. ശരിയാണ്. ലിങ്ക്ഡിനിൽ എനിക്ക് പ്രോബബ്ലി ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ അപ്പുറമുള്ള റെലവൻ്റ് അല്ല. പലപ്പോഴും നമ്മൾ ലാസ്റ്റ് 10 ഇയേഴ്സാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സാണ് ഏറ്റവും കൂടുതൽ റെലവൻറ്റ്. പക്ഷേ 10 ഇയേഴ്സ് വരെ ചിലപ്പം ആൾക്കാർ എഴുതാൻ മതി. അൺലെസ് യു ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി ഫോർ 20 and 30 ഇയേഴ്സ്. നമ്മളൊക്കെ ഇന്നത്തെ കേസിൽ, പ്രത്യേകിച്ച് ടെക്നോളജി കമ്പനീസിൽ, യു ചേഞ്ച് കമ്പനീസ്, റൈറ്റ്? യു മൈറ്റ് ലൂസ് ജോബ്, അല്ലെങ്കിൽ നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വി വുഡ് ഹാവ് ചേഞ്ച് ദ കമ്പനി. അതൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എൻ്റേത് എനിക്ക് തോന്നുന്നത് 10-30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു 10 കൊല്ലം മാത്രമേ ലിങ്ക്ഡിനിൽ കാണുന്നുണ്ടാവുള്ളൂ. വിച്ച് ഇസ് മോർ റെലവൻറ്റ് ടു വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഐ ആം ഡൂയിങ് റൈറ്റ് നൗ, വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഐ വാണ്ട് ടു ഡു. എൻ്റെ ഒരു പ്രോബ്ലി അബൌട്ട് 15 years of my life was spent in sales, which is not what, ഞാൻ സെയിൽസിലല്ല ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. സെയിൽസിനുള്ള ജോലിയിൽ നിൽക്കാനല്ല എൻ്റെ താല്പര്യം. എൻ്റെ സെയിൽസ് ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ജോലിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് ബീങ് ഹൈലൈറ്റഡ്. അപ്പോൾ റെസ്യൂമിലൊക്കെ തന്നെ നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യേണ്ട നമുക്ക് നെക്സ്റ്റ് പൊസിഷൻ എന്താണ്, ഏത് ജോബിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനത്തെ രീതിയിൽ നമ്മളുടെ റെസ്യൂമെ പാകപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റെസ്യൂമെ റൈറ്റിംഗ് സർവീസസ് ഒക്കെ ആൾക്കാർ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ 99 തോന്നുന്നു, 1999 ഞാനിങ്ങനെ അമേരിക്കയിലേക്ക് വരണോ എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാനൊരു റെസ്യൂമെ ആയിട്ട് ഒരാളുടെ അടുത്ത് പോയി. അയാൾ IIM എന്നൊക്കെ കഴിഞ്ഞൊരു കക്ഷിയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ റെസ്യൂമെ കൊണ്ട് കൊടുത്തിട്ട് ഇയാൾ എന്നെ അങ്ങോട്ട് ചീത്ത പറഞ്ഞു, ഭയങ്കര ചീത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളെന്തിനാ എന്നോട് ചീത്ത പറയണേ, ഞാൻ റെസ്യൂമെ കൊടുത്തല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ RECയിലൊക്കെ പഠിച്ചാൽ മര്യാദയ്ക്ക് റെസ്യൂമെ എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മെക്കിട്ട്. അന്ന് അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസ്യൂമെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിലൊന്നും കാണുന്നില്ലല്ലോ, മെഷറബിൾ അല്ലല്ലോ, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എത്ര റുപ്പീസിൻ്റെ എത്ര റവന്യൂ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കമ്പനിയിലേക്ക്, കസ്റ്റമേഴ്സിൻ്റെ സൈസ്, അങ്ങനെ. അതായത് ഞാൻ വെറുതെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഭയങ്കര സെയിൽസുകാരനാണ്, അങ്ങനെയാണ്, ആനയാണ്, കുതിരയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ പറഞ്ഞു, ഇതിലൊന്നും കാര്യമില്ല, ഐ കാൺ ക്വാണ്ടിഫൈ, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, ക്ലിയർ ആയിട്ട് മെഷറബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോഴെനിക്ക് മനസ്സിലായി ശരിയാണ്. പിന്നെ ഒരു കാലത്ത് ഞാൻ കണ്ടൻറ് മാനേജ്മെൻറ്റിൽ മൈഗ്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ റെസ്യൂമിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു, വി മൈഗ്രേറ്റഡ് 250,000 pages വിത്ത് 750,000 അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ടീമുകളാണ് എത്ര ടീം, എത്ര വലുതായിരുന്നു,
നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര വലിയ കമ്പനി ആയിരുന്നു, എത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ, എത്ര കാലം എടുത്തിട്ടാണ് അതിൻ്റെ സ്റ്റേജസ്, അങ്ങനെ കുറേ സംഭവങ്ങളാണ് നമ്മളൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് റെസ്യൂമേയിൽ ഉണ്ടാവുക. ലിങ്ക്ഡിനിൽ ചിലപ്പം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും റെസ്യൂമേ നമ്മളിപ്പോൾ ഏത് ജോലിക്ക്, അപ്പോൾ എൻ്റെ കേസിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 3-4 വേർഷൻ ഓഫ് റെസ്യൂമേസ് ഉണ്ട്. അതായത് അതേ കാര്യം തന്നെ, പക്ഷേ അതിപ്പോൾ ഏത് റോളിനാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്. നമ്മൾ ചിലപ്പം നമ്മളൊരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ കോച്ചായിട്ടും അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ കുറച്ച് സീനിയർ ലെവലിലുള്ള ജോലിയായിരിക്കും. അങ്ങനെ പല രീതിയിലൊരു മാനേജറിയൽ റോളായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മളുടെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ എല്ലാം വലിച്ചു വാരി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്നും ഈ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് ഏറ്റവും അനുയോജ്യമായ എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ എഴുതാം. ചില സ്കിൽസ് ഇപ്പം എൻ്റെ കഴിഞ്ഞ 30 വർഷമുള്ള കുറേ സ്കിൽസ് ചിലപ്പം അടുത്ത ജോലിക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം ആവശ്യമുള്ള സ്കിൽസ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസീവ് ചെയ്യുക. ഇതിൽ തെറ്റൊന്നുമില്ല, കാരണം യു ആർ നോട്ട് ലൈയിങ് എനിത്തിങ്. കാരണം ദർ മൈറ്റ് ബി സോ മച്ച് എക്സ്പീരിയൻസ് ദറ്റ് യു ഹാവ്. ഇതിപ്പോൾ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുറേ കാലത്തെ എക്സ്പീരിയൻസിൽ ഉണ്ടാവാൻ മതി. ഇതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരാളിനോടൊരു കഥ പറഞ്ഞിട്ട്, അയാൾ ഒരു റെസ്യൂമേ ആയിട്ട്, ആ വ്യക്തിയല്ല, ഒരു കഥയാണ്. അപ്പോൾ അയാൾ റെസ്യൂമേ ആയിട്ട് പോയി. റെസ്യൂമേ എഴുതി കഴിഞ്ഞപ്പം, റെസ്യൂമേ കാണിച്ചു കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു, നിങ്ങൾ റെസ്യൂമേൽ എഴുതിയതൊക്കെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഐ ഹാഡ് ടു റീറൈറ്റ് മൈ പാസ്റ്റ് എന്ന് പറഞ്ഞു. അത് കള്ളത്തരം എഴുതി എന്നുള്ളതാണ്, പക്ഷെ ഒന്ന് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടാണ് കാര്യം പറഞ്ഞതെന്നുള്ളതാണ്. ജോലി കിട്ടിയോ കിട്ടിയില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, കിട്ടിയെന്നും കിട്ടിയില്ല എന്നും നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. ബട്ട് എനിവേ, പക്ഷേ റെസ്യൂമേ ഫേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഓണസ്റ്റ് ആയിട്ടുള്ള സംഭവം. പക്ഷെ ആൾക്കാർ ശരിയാണ്, നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതായിരിക്കില്ല, ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യേണ്ട സംഭവം ഉണ്ടാവും. ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, അവർ പറയുന്ന ചില ആൾക്കാർ, ആണുങ്ങൾ ഒന്നും കൂടെ ഒന്ന് വീർപ്പിച്ച് പറയും ചില കാര്യങ്ങൾ പറയുമ്പോൾ. അതായത് ആ ജോലി ചെയ്യാൻ അവർക്ക് 30% സ്കിൽസ് ഉള്ളൂ എങ്കിലും അവരതിനെ അപ്ലൈ ചെയ്യും, അവർക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സ്ത്രീകൾ വളരെ ഓണസ്റ്റിയോട് കൂടിയിട്ട് അവർക്ക് 30% ആ സ്കില്ലുള്ളൂ ഒരു ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അപ്ലൈ തന്നെ ചെയ്യില്ല. കാരണം ദിസ് ഇസ് ഹൗ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആവുന്നതുകൊണ്ടും ഒരു വർക്ക് കൾച്ചർ ആവുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതായത് ദർ ഇസ് ഓൾവേസ് എ ഫീലിംഗ് ദാറ്റ് ഐ മൈറ്റ് നോട്ട് ഗെറ്റ് ദ ജോബ് എന്നുള്ളത്. ബട്ട് മെൻ ഫീൽ ദാറ്റ് ഓക്കെ റൈറ്റ്, ഐ ഹാവ് എ ചാൻസ് ടു ഗെറ്റ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ളത്. ഇതൊക്കെ ഓരോ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഓരോന്നിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നതാണ്. ആൻഡ് സംടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതിൽ റേസിൻ്റെ ഫാക്ടർ ഉണ്ട്, ജെൻഡറിൻ്റെ ഫാക്ടർ ഉണ്ട്. ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിൽ വരുന്ന ആളുടെ ജെൻഡർ മനസ്സിലാവുമ്പോൾ, അപ്ലൈ ചെയ്യുന്ന ആളുടെ റേസ് മനസ്സിലാവുമ്പോഴൊക്കെ സബ് കോൺഷ്യസ് ബയസുകളുണ്ട് ആൾക്കാർക്ക്. ചില കോൺഷ്യസ് ആയിട്ടായിരിക്കില്ല, സബ് കോൺഷ്യസ് ആയിട്ടുള്ള ബയസുകൾ ഈ ജോലിയിലേക്ക് വരുന്നുണ്ടാവും മതി. അപ്പം അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരാൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഇന്ത്യക്കാർ എടുക്കണ്ട എന്നുള്ളതാണ് അയാളുടെ മനസ്സിലുള്ളത് വെച്ചാൽ, അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടെങ്കിൽ മേ ബി ഹി വുഡൻറ്റ് ഹയർ മീ. ബട്ട് ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട്, ഐ വോണ്ട് ഈവൻ നോ അങ്ങനെ ഒരു ബയസ് ഉണ്ടോ എന്നുള്ളത്. ജെൻഡർ ബയസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ, ചോദിച്ച എന്ത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷനുമായിട്ട് എൻ്റെ റെസ്യൂമേ ഷുഡ് ബി അലൈൻഡ്. കള്ളത്തരം എഴുതിയിട്ടല്ല, എൻ്റെ സ്കിൽസ് അതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ നമ്മൾ പലപ്പോഴും പറയുന്നത് വാട്ട് ഡു യു വിഷ് ടു ഡു എന്നുള്ളത്. എന്താണ് നമ്മളെ സ്കിൽസ്? നമ്മുടെ സ്കിൽസ് എന്താന്ന് പറഞ്ഞാൽ പല ജോലികൾക്കും പറ്റുന്ന സംഭവമായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ സെയിൽസിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എവിടെയും പറയാറില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞൊരു 10-14 വർഷമായി ഞാൻ ചെയ്യുന്ന ജോലിയിലൊന്നും സെയിൽസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അല്ല ഒരു ജോലി കിട്ടാൻ. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ സെയിൽസ് ചെയ്തു എന്നുള്ളത് എൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി എനിക്ക് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ ഇൻട്രാക്ഷൻസ് ദാറ്റ് ഐ ഹവ് ഡൺ, ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഒരു നോ കിട്ടാൻ ഒന്നും കുഴപ്പമില്ല, ഒരു റിജക്ഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം സെയിൽസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇറ്റ്സ് അബൌട്ട് റിജക്ഷൻ, റൈറ്റ്? നമ്മൾ കോൾ വിളിക്കുന്നു, വേണ്ട. അപ്പോൾ നമ്മളുടെ ജോലിയിലൊക്കെ റിജക്ഷൻ, ഒരാളുടെ അടുത്ത് പോയി ഒരു ഐഡിയ പറയണം, ആ ഐഡിയ റിജക്റ്റഡ് ആവും എന്നുള്ളൊരു പേടിയൊന്നുമില്ല. റിജക്ഷൻ ഇസ് സംതിങ് ദാറ്റ് ഐ ഹവ് ലേൺഡ് ഫോർ 15 years ദാറ്റ് റിജക്ഷൻ ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം എന്നുള്ളത്. അപ്പം നിങ്ങളിപ്പം സെയിൽസ് ഇസ് അനദർ ജോബ് വിച്ച് സംടൈംസ് മൈറ്റ് ബി ഈസി ടു ഗെറ്റ്, നോട്ട് ഫോർ എവറി വൺ.
ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം എന്തെങ്കിലും ജോലിയിലേക്ക്, സെയിൽസിലേക്ക്, എന്തെങ്കിലും ജോലിയിലേക്ക് കയറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യു ഗെറ്റ് എ ഫീൽ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ കോർപ്പറേറ്റ് സെക്ടർ. ആൻഡ് നമ്മൾ അങ്ങനെ റെസ്യൂമെ തയ്യാറാക്കുന്നു. ആൻഡ് ദെൻ ആ ഫസ്റ്റ് കടമ്പ കിടക്കുക എന്നുള്ളതാണ്. അതിന് യു ഷുഡ് ഹാവ് ദ റൈറ്റ് കീവേഡ്സ് ഇൻ ഇറ്റ്, യു ഷുഡ് ഹാവ് ഹൈലൈറ്റ് ദ റൈറ്റ് തിങ്. ഒരു പ്രോഗ്രാമാണ് അത് സ്കാൻ ചെയ്തിട്ട് ഇതാക്കുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. രണ്ടാമതൊരു വ്യക്തിയാണ് വായിക്കുന്നത്. ആ വ്യക്തിയല്ല നിങ്ങളെ ഹയർ ചെയ്യുന്നത്. ചിലപ്പം ആ വ്യക്തി ഒരു റിക്രൂട്ടർ ആയിരിക്കും. ഒരു ഹ്യൂമൻ ബീയിങ് അത് വായിക്കുന്ന സമയത്ത് ഇത് കുഴപ്പമില്ലല്ലോ, ശരിയാണ്, അതിനൊരു ദർ ഇസ് എൻ ഓണസ്റ്റി ആൻഡ് ദർ ഇസ് എൻ ഐഡൻറ്റിറ്റി, ഒരു സ്വഭാവം, നിങ്ങളുടെ സ്വഭാവം അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ദർ ഇസ് എ ക്യാരക്ടർ ഫോർ ദാറ്റ് റെസ്യൂമെ എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ഗിവ് ദം അടുത്ത ലെവൽ. പിന്നെ ഹയറിംഗ് മാനേജറിലേക്ക് വരും. ഹയറിംഗ് മാനേജറിലേക്ക് വരുന്ന സമയത്ത് റെസ്യൂമേൽ എഴുതിയിട്ടുണ്ട് 2-3 തോട്ട്സ് ഉണ്ട്. ഇതിൽ ചില ആൾക്കാർ പറയും എല്ലാം ഡീറ്റെയിൽ റെസ്യൂമേൽ എഴുതി കഴിഞ്ഞാൽ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. സോ ഗിവ് ദ ഹൈലൈറ്റ്സ് ആൻഡ് ദെൻ യു ക്യാൻ ടോക്ക് ഓവർ ദാറ്റ് ഹൈലൈറ്റ്സ്. പലപ്പോഴും ഇൻ്റർവ്യൂവിൽ ആൾക്കാർ ചോദിക്കും നിങ്ങളെപ്പറ്റി പറയൂ എന്ന് പറയും. ആ നിങ്ങളെപ്പറ്റി പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, എന്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു, എത്ര കണ്ട് നമ്മൾ പറയുന്നു, നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കേൾക്കുമ്പോഴാണ് ഹയറിംഗ് മാനേജർ മനസ്സിലാവുക ഈ വ്യക്തിനെ ഹയർ ചെയ്താലും നമുക്ക് ഗുണമുണ്ടാവും എന്നുള്ളത്. സ്കില്ല് മാത്രമല്ല പല കമ്പനികളും നോക്കുന്നത്. സ്കില്ലും കൾച്ചറൽ ഫിറ്റും ആ കമ്പനിയിലേക്ക് ഫിറ്റാവുക, നമ്മൾ ആ ഗ്രൂപ്പിൽ ഫിറ്റാവുക എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് പലപ്പോഴും ചില ജോലിയൊക്കെ കിട്ടാതിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഈ ജോലി ചെയ്യാൻ ഏറ്റവും യോഗ്യൻ ഞാനാണ് എന്നെനിക്ക് തോന്നിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയോണ്ട് കാര്യമില്ലല്ലോ, ഹയർ ചെയ്യുന്ന ആൾക്ക് തോന്നണം, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാർക്ക് തോന്നണം ഐ ആം എ ഗുഡ് ഫിറ്റ് എന്നുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ജോലി കിട്ടാൻ തോന്നിയിട്ടുണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് പരിചയമുള്ള കക്ഷിനെ ഞാൻ ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ഹിം ഫോർ സം ടൈം. അത് കഴിഞ്ഞ ദിവസമാണ് എവിടെയോ സംസാരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ മുമ്പിൽ ഞാൻ പണ്ട് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, ജോലി എടുത്തില്ല എന്ന് പറഞ്ഞു. അതെയോ? അപ്പം എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ട് ആഫ്റ്റർ വി ഇൻട്രാക്ടിങ് ഫോർ ലോട്ട് ഓഫ് ടൈം എവിടെയോ ഒന്ന് എനിക്ക് തോന്നി ഇന്ന കമ്പനിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം ഹി വാസ് എ പേഴ്സൺ ഹു ഇൻ്റർവ്യൂഡ് മീ ആൻഡ് ഫൈനലി എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വി ഹാഡ് എ ഗുഡ് ലാഫ് അബൌട്ട് ഇറ്റ്. മെനി റീസൺസ് ഉണ്ടായിരിക്കാൻ മതി കേട്ടോ. നമുക്കൊരു റെസ്യൂമെ കൊടുത്ത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടാതിരിക്കുന്ന പലപ്പോഴും അത് നമ്മളുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല. At that time, at that company, that particular interaction, that relationship, that opportunity, ഇതൊന്നും ചിലപ്പം ഒത്തു വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് തീരെ യോഗ്യമല്ലാത്തൊരു സാധനത്തിന് നമുക്ക് ചിലപ്പോൾ ജോലി കിട്ടിയെന്നിരിക്കും. ദാറ്റ്സ് വൈ പീപ്പിൾ ജോയിൻ എ കമ്പനി ആൻഡ് ദെൻ ഫിഗർ ഔട്ട് വൈ എം ഐ ഹിയർ എന്ന് തോന്നുന്നത്. ഹയറിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. റോങ് ഹയർ ഇസ് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. കുറേ സമയമെടുത്ത്, കുറേ ആൾക്കാരെ സമയമെടുത്ത് ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അയാൾ ശരിയാവുന്നില്ല, വർക്കബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹയറിങ്ങിന് സമയമെടുക്കുന്നത്. ഇവിടെ അമേരിക്കയിൽ കോൺട്രാക്റ്റിംഗ് ആയിട്ട്, കൺസൾട്ടിംഗ് ആയി കയറിയിട്ട് ഫുൾ ടൈമിലേക്ക് പോകാൻ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചിലപ്പം ഈ കൺസൾട്ടിങ് കമ്പനി സമ്മതിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യു വർക്ക് വിത്ത് ദാറ്റ് company, with that group for about 3 or 4 months, and then everyone knows that okay, right, your working style idana inganeyana, now let's make him permanent. It's an easier way for you to gauge a person's adaptability to that company and that environment ennulla oru sambhavam. അപ്പം റെസ്യൂമേനെ പറ്റി സംസാരിക്കുന്നതാണ്, എങ്ങനെ റെസ്യൂമെ എഴുതും എന്താണ് എന്നുള്ളതല്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ റെസ്യൂമെ എഴുതണം എന്നുള്ളത് ഉണ്ടാവും. ധാരാളം നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇപ്പം പ്രോഡക്റ്റ് മാനേജർ റെസ്യൂമെ എത്രയോ സാമ്പിളുകൾ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ നോക്കുക. ആൻഡ് ട്രൈ ടു കൺവേ സംതിങ് ത്രൂ ദ റെസ്യൂമെ സോ ദാറ്റ് ദ റെസ്യൂമെ ഹാസ് എ ക്യാരക്ടർ. അങ്ങനെ പറയുമ്പോൾ എൻ്റെ റെസ്യൂമെ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഐ ഹാവ് ആക്ച്വലി ട്രൈഡ് ടു, ഞാൻ ഇതുവരെ ഒരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടൊന്നുമില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റെസ്യൂമെ. പക്ഷെ അധികവും എൻ്റെ റെസ്യൂമെ എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് ലിങ്ക്ഡ്ഇൻ എന്നുള്ള ടൂളിലാണ്. കാരണം അവിടെയാണ് ഐ റിയലി മെൻഷൻ വാട്ട് ഐ എം വർക്കിംഗ് ഓൺ. ഐ ഡോണ്ട് മെൻഷൻ വാട്ട് ഐ എം വർക്കിംഗ് ഓൺ റൈറ്റ് നൗ. മോസ്റ്റ്ലി ഐ
typically don't write anything about the company that I'm currently working on. കാരണം നമ്മൾ ഭയങ്കര ഓപ്പണായിട്ട് പലതും സംസാരിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പം ആ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ട് ഈ പറയുന്നത് കമ്പനീനെ കുറിച്ചാണെന്നുള്ളത്. സോ ഐ try to disconnect myself from the actual company that I'm working, except for maybe liking and sharing some of the posts that the company put in. Because at the end of the day, whether I'm with this company or വേറൊരു കമ്പനിയിലാണെങ്കിലും എൻ്റെ ലിങ്ക്ഡിൻ ഡിഫൈൻസ് മൈ ഐഡൻറ്റിറ്റി ആൻഡ് മൈ ക്യാരക്ടർ അല്ലേ. അപ്പം ആ കമ്പനി അതുകൊണ്ടായിരിക്കും എഴുതുന്ന എൻ്റെ ടോപ്പിക്സ്. ഐ ട്രൈ ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എവറി വീക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ. അത് ചിലപ്പോൾ പേഴ്സണലായിരിക്കാൻ മതി, ചിലപ്പം വർക്ക് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാൻ മതി, ചിലപ്പം പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാൻ മതി, ചിലപ്പം വായിച്ച ചില പുസ്തകങ്ങൾ പ്രൊഫഷണലി എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന സംഭവങ്ങളായിരിക്കാൻ മതി. സോ ഐ തിങ്ക് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊഫഷൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിലും, നിങ്ങൾ കോളേജിലാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി അതൊരു സിമ്പിൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എഴുതിയിട്ട് ഇവിടെ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് ട്രൈ ടു സീ ഇൻഡസ്ട്രി മനസ്സിലാക്കാൻ വളരെ നല്ലൊരു സ്ഥലം കൂടിയാണത്. കാരണം യു ക്യാൻ റീഡ് വാട്ട് ഈസ് ഹാപ്പനിങ്, മറ്റുള്ള ആൾക്കാർ എഴുതുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള മേഖല എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് എഴുതുന്ന, അല്ലെങ്കിൽ അതിലെ ആ മേഖലയിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എഴുതുന്നത്, അതെന്തൊക്കെയാണ് ടോപ്പിക്, എന്താണ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്, റിയലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ ബി എ റിയൽ ട്രഷർ കോ ഫോർ ഗെറ്റിംഗ് എവറിത്തിങ് ദറ്റ് യു വാണ്ട് റിലേറ്റഡ് ടു പ്രൊഫഷൻ. അത് നമ്മൾ ജോലിയിലുള്ളപ്പോഴും ജോലി അന്വേഷിക്കുമ്പോഴും ഒക്കെ തന്നെ ലിങ്ക്ഡിൻ കുഡ് ബി എ മേജർ കൈൻഡ് ഓഫ് പ്ലേസ് വെയർ യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ടു മൂവ് ഫോർവേഡ്. അപ്പം ലിങ്ക്ഡിൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ലിങ്ക്ഡിൻ ഉപയോഗിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ്റെ ഉള്ളിൽ തന്നെ ആർട്ടിക്കിൾസ് കാണും നിങ്ങൾ എങ്ങനെ ലിങ്ക്ഡിൻ ഉപയോഗിക്കുക എന്നുള്ളത്. ആൻഡ് ഐ ഡോണ്ട് നീഡ് ടു, ഐ തിങ്ക് ഐ ഹാവ് മെയ്ഡ് എ വീഡിയോ സം ടൈം ബാക്ക്, ബട്ട് ഞാൻ പറഞ്ഞ ഇത്രയാണ്. അക്കൗണ്ട് തുടങ്ങുക, നിങ്ങളുടെ യഥാർത്ഥ പേര് വയ്ക്കുക, നിങ്ങളുടെ ഫോട്ടോ വയ്ക്കുക, അല്ലാണ്ട് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒന്നും ഫോട്ടോ വയ്ക്കാണ്ട്, ആൻഡ് exactly tell what you're doing currently and what your aspirations are, what your skills are. സർട്ടിഫിക്കേഷൻസ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ആൻഡ് ബി പാർട്ട് ഓഫ് ഗ്രൂപ്പ്സ് ദാറ്റ് ഇൻട്രസ്റ്റ് യു ആൻഡ് ട്രൈ നോട്ട് ടു പോസ്റ്റ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് പോസ്റ്റ് ഓൺ ലിങ്ക്ഡിൻ. ഒന്നുകൊണ്ടല്ല, അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കും അങ്ങനത്തെ ധാരാളം വേറെ അവന്യൂസ് ഉണ്ട്. ലിങ്ക്ഡിൻ ട്രൈ ടു കീപ്പ് ഇറ്റ് വെരി പ്രൊഫഷണൽ so that you can actually interact and connect with people within the profession, within the industry, ഫ്യൂച്ചറിന് ഗുണമുണ്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. ഇത്രയും കാര്യം നിങ്ങളൊന്നായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഹാസ് ബീൻ വാല്യുബിൾ. ഇഫ് യു തിങ്ക് ഇറ്റ് ഹാസ് ബീൻ വാല്യുബിൾ ആൻഡ് ഇഫ് യു ഹാവ് ബീൻ ലിസണിങ് ടിൽ നൗ, വൈ ഡോണ്ട് യു ജസ്റ്റ് മേ ബി സബ്സ്ക്രൈബ് ആസ് വെൽ. പിന്നെ ആർക്കെങ്കിലും ഇത് കൊണ്ട് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദ യൂട്യൂബ് വിത്ത് ദ ലിങ്ക് ഓൺ വാട്സാപ്പോ എവിടെ വെച്ചാൽ അതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.